ഒരു ദിവസം എൻ്റെ അടുത്ത് നിവിൻ പോളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മജു കൂടി വന്നിട്ട് പറഞ്ഞ് നിവിനെ ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടിക്ക് കാണുമ്പോൾ എവിടെയും വെച്ച് കാണുമ്പോൾ പറയും ഞാൻ ജോളി എനിക്കറിയാലോ. എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തുടക്കം എന്നാണ്. ആ സിനിമയുടെ പേരും തുടക്കമാണ്. അതൊക്കെ ചില അമ്മയ്ക്ക് ഞങ്ങൾ 14 മക്കളിൽ മരുമക്കള് കൊച്ചുമക്കള് ഒക്കെ ആയിട്ട് 127ാമത്തെ ആള് ഒരു മാസം മുമ്പ് ജർമ്മനിൽ UK ജനിച്ചിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി മാജിക്കിൻ്റെ നമസ്കാരം. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയാണെങ്കിലും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിലൂടെ കടന്നുപോയ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ആലുവയിലെ മൂത്തേടൻ എന്ന് പറയുന്ന വലിയൊരു കുടുംബാംഗം കൂടിയായ ജോളി ചേട്ടൻ എന്ന ജോളി മൂത്തേടനെയാണ്. ജോളി മൂത്തേടനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മൂത്തേടൻ എന്ന് പറഞ്ഞ കുടുംബം ആലുവയിലെ ഏറ്റവും പ്രശസ്തമായ കുടുംബമാണ്. ഒരുപാട് സിനിമാ താരങ്ങൾ, പ്രത്യേകിച്ച് ദിലീപ്, പിന്നെ നിവിൻ പോളിയൊക്കെ കയറിയിറങ്ങിയ വളരെ ആത്മബന്ധം അവരോടൊക്കെ ഉള്ളൊരു കുടുംബമാണെന്ന് കേട്ടിട്ടുണ്ട്. ആ കുടുംബത്തെക്കുറിച്ച് ഒന്ന് തുടങ്ങാം. എൻ്റെ കുടുംബം മൂത്തേടൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ആലുവയിൽ അങ്ങനെ വലിയ സംഭവമായിട്ടും ഒന്നല്ല, എന്നാലും എല്ലാവരും അറിയപ്പെടുന്ന ഇതാണ്. കാരണം അതിനൊരു പ്രത്യേകത, ഞങ്ങൾ 14 മക്കളാണ്. ആ 14 മക്കളിൽ 12 ആണും 2 പെണ്ണും. ശരിക്കും പറഞ്ഞാൽ അമ്മ 17 പേരെ പ്രസവിച്ചിട്ടുണ്ട്. 3 പേരൊക്കെ അന്നത്തെ കാലത്ത് അറിയാമല്ലോ, നമുക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളൂ. അപ്പം 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങനെ 2 പേരും മരിച്ചിട്ടുണ്ട്. അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ടത് 97 വയസ്സായി. അമ്മയ്ക്ക് ഞങ്ങൾ 14 മക്കളിൽ മരുമക്കൾ കൊച്ചുമക്കൾ ഒക്കെ ആയിട്ട് 127ാമത്തെ ആള് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ജർമ്മനിൽ UK ജനിച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ്റെ മകൻ്റെ വൈഫ് ഡോക്ടറാണ്. അപ്പോൾ ആ കുട്ടി പ്രസവിച്ചു. അപ്പോൾ 127 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. ഈ എൻ്റെ ഫാദറിൻ്റെ ഫാമിലി, ഫാദറിൻ്റെ അനിയമ്മൻ്റെ ഫാമിലിയൊക്കെ വേറെ ഇതുണ്ട്. അപ്പം ഞങ്ങൾ ആണുങ്ങളിൽ 12 പേരിൽ ഓരോരുത്തരും അത്യാവശ്യം ആലുവയിൽ ഓരോ മേഖലകളിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഒരു ചേട്ടൻ ജയിക്കപ്പെട്ടൻ ആലുവ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഒരാൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെ അവിടുത്തെ പ്രമുഖനാണ്. അതിലെല്ലാവരും ഉപരി ഞങ്ങൾ 12 പേര് ഫുട്ബോൾ പ്ലേയേഴ്സ് ആയിരുന്നു. ഈ സ്റ്റേറ്റ് ലെവലിലൊന്നും കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ 12 പേര് ഫുട്ബോൾ പ്ലേയേഴ്സ് ആയിരുന്നു. ഞാൻ 1979 1979 കാശ്മീരിൽ നടന്ന സ്കൂൾ സ്റ്റേറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതിനുശേഷം ഞാൻ സബ് ജൂനിയർ സ്റ്റേറ്റ് കളിച്ചു, ജൂനിയർ സ്റ്റേറ്റ് കളിച്ചു, യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ടീമിൽ ഇതായി കളിച്ചു. ഞാൻ ഷറഫ് അലി, ഫ്രാൻസ് ഇനേഴ്സ്, കുരിയേഷ്, മാത്യു, സത്യൻ, പാപ്പച്ചൻ, IM വിജയൻ, ജോപ്പുളഞ്ചേരി, അങ്ങനെയൊക്കെ. ജോപ്പുളഞ്ചേരി വിജയനൊക്കെ എൻ്റെ കുറച്ച് ജൂനിയറാണ്, എങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കളിച്ചിട്ടുള്ളതാണ്. ഈ ഞാൻ ജൂനിയർ സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അതിനകത്ത് ബ്ലോക്ക് വേണ്ടി. അതാണ് എൻ്റെ ഫുട്ബോൾ ചെയ്യുന്നത്. ബിസിനസ് കുടുംബമാണ്, ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. എങ്ങനെയാണ് സിനിമയിലേക്ക്? ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ, ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ ഇടവേള ബാബു എൻ്റെ സീനിയറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1-2 സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇങ്ങനെ ലാലേട്ടൻ്റെ ഷൂട്ടിങ്ങും അങ്ങനെ അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും, ആലുവയിൽ ഒത്തിരി നടന്മാരുള്ള സ്ഥലവും, നിവിൻ പോളി, NF റീസേട്ടൻ എൻ്റെ ഏറ്റവും പഴയ സുഹൃത്ത്, സത്താർക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജ്, ടിനി ടോം, ദിലീപ്, നമ്മുടെ നിവിൻ പോളി, സിജു വിൽസൺ, അങ്ങനെ അങ്ങോട്ട് പഴയ നടന്മാർ മുതൽ ജോയ് പള്ളാശ്ശേരി മുതലുള്ള പഴയ എഴുത്തുകാർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സേവർ പുൽപ്പാട്ടേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ ഇത് കണ്ടപ്പം നമുക്ക് ആലുവയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന കേരളത്തിലെ
ഒരു നടന്മാരുടെയും കലാകാരന്മാരുടെയും ഒരു കേന്ദ്രമാണ് ആലുവ. അപ്പോൾ അതിലിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് ഒന്ന് സിനിമയിൽ കുറച്ച് സിനിമയിൽ തല കാണിക്കണം അല്ലെങ്കിൽ കുറച്ചൊന്ന് അഭിനയിക്കണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ ആഗ്രഹത്തിന് തുടർന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് തോമസ് തോപ്പിൽക്കുടി, അതായത് നമ്മുടെ സിനിമാലയിലെ ആണ്. അപ്പോൾ സിനിമാല ഡയാന സിൽവസ്റ്ററും തോമസ് തോപ്പിൽക്കുടിയും പിന്നെ സാജു കൂടിയും അങ്ങനെ ആ ഒരു വൻ നിര കോമഡി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഒരു നല്ല ബന്ധം എനിക്കുണ്ട്. അങ്ങനെ തന്നെ ആദ്യമായിട്ട് 8 സുന്ദരികളും ഞാനെന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിക്കുന്നത്. അപ്പം ധർമ്മജൻ ബോൾഗാട്ടി, നമ്മുടെ ജാഫർ ഇടുക്കി, മറ്റേ അങ്ങനെ കുറച്ച് കലാകാരന്മാരൊക്കെ അതിലൂടെ അങ്ങനെ രംഗത്ത് വന്നതാണ്. പിന്നെ നാദൃശ്യം ദിലീപായിട്ടും എൻ്റെ പഴയ നല്ല സുഹൃത്തുക്കളാണ്. അത് അന്നത്തെ അവരുടെ അതേ മാവേലി കൊമ്പത്ത് കാസറ്റ് ഇറങ്ങുമ്പോൾ മുതൽ 1-2 പ്രോബ്ലങ്ങളും അല്ലെങ്കിൽ അത് ബദലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റൊക്കെ ഇറക്കിയപ്പോൾ അന്ന് നമ്മളോടൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് ബ്ലോക്കൊക്കെ ചെയ്ത് അങ്ങനെ അത് ചെയ്തു. അപ്പം അങ്ങനെ ദിലീപായിട്ട് നാദൃശ്യമായിട്ട് വലിയ ബന്ധമാണ്. ദിലീപേട്ടനും നിവിൻ പോളിയൊക്കെ വീട്ടില് അല്ല, അപ്പൊ ദിലീപ് എനിക്ക് തോന്നണ എൻ്റെ വൈഫ് ഹൗസ് ഡൽഹിയിലാണ്. അപ്പൊ എൻ്റെ വൈഫ് മലയാള സിനിമകൾ വളരെ കുറവ് കണ്ടേക്കണേ. വൈഫും കുട്ടികളും എൻ്റെ വൈഫ് ബോൺ ആൻഡ് ബോട്ടൺ ഡൽഹിയാണ്, മലയാളി തന്നെയാണ്. പക്ഷെ എൻ്റെ വൈഫ് അവിടെ JSS മേരി കോളേജിൽ പ്രിയങ്കയുടെ ബാച്ചായിരുന്നു. രാജീവ് ഗാന്ധിയുടെ മകള് പ്രിയങ്കയുടെ ബാച്ചായിരുന്നു. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ അന്ന് വെച്ചിട്ട് അങ്ങനെ വലിയ അടുപ്പൊന്നും അവർ ബാച്ചാണ്. അവർക്ക് കുറെ പരിമിതികളുണ്ട്. അതായത് ഫ്രണ്ട്സും കോളേജിലൊക്കെ ആണ്. കാരണം അവർ കമാൻഡോ ഇതൊക്കെ അവർ അതുകൊണ്ട് ആരുമായിട്ടും അങ്ങനെ അധികം ബന്ധപ്പെടും. അന്നത്തെ കാലമുണ്ട്, ഇന്നത്തെ കാലമല്ല. ഞാൻ പറഞ്ഞു എൻ്റെ വൈഫ് പഠിച്ചത്. അപ്പോൾ വൈഫും ഞാനും ഒരു ദിവസം കല്യാണം കഴിച്ച് കുറച്ച് ദിവസം എന്തോരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഞങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ദിലീപ് വീട്ടിലൊന്നും ഇരിപ്പുണ്ട്. ദിലീപ് കുറേ നേരമായി വീട്ടിലൊന്നും ഇരിക്കും. അപ്പോൾ വന്ന വഴി തന്നെ ഞാൻ പറഞ്ഞ് ഇത്. അപ്പോൾ ദിലീപ് ആദ്യത്തെ 1-2 സിനിമയാണ് ചെയ്തിട്ടുള്ളൂ. ഒരു 3-4 സിനിമയാണ് കഴിഞ്ഞിട്ടുള്ളൂ. ആ സമയമായിരുന്നു. അപ്പോൾ ദിലീപ് വന്ന് വീട്ടിലിരിപ്പുണ്ട് കുറേ അരമണിക്കൂറായി. കാരണം ദിലീപ് അന്ന് അങ്ങനെ അത്ര അതല്ല. അപ്പോൾ ഞാൻ വന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ദിലീപ് ഇപ്പം മലയാള സിനിമയില. അപ്പോൾ പുള്ളിക്ക് എൻ്റെ വൈഫ് പറഞ്ഞു ശരി ഓക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ അകത്ത് ചെന്നപ്പോഴേക്കും ചേടുത്തിയാർ പറഞ്ഞു ഇപ്പോൾ മലയാള സിനിമയുടെ 3-4 സിനിമകളുടെ നായകനാണ്, ഭയങ്കര സംഭവം. അവരേക്ക് ആൾക്ക് മനസ്സിലായി തിരിച്ചു വന്നത്. അങ്ങനെ ദിലീപ് ഞാനായിട്ട് നല്ല ഒരു ബന്ധമുള്ള അതാണ്. പിന്നെ വേറെ കുറച്ച് ദിലീപായിട്ട് നല്ല ഇതുണ്ട്, വേറെ നാദൃശ്യമായിട്ടും അങ്ങനെ നല്ല അടുപ്പം ഇതുള്ളതാണ്. നിവിൻ പോളി എൻ്റെ വീടിൻ്റെ ഒരു 5-8 വീടിൻ്റെ അടുത്താണ് നിവിൻ പോളിയുടെ ഇതിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ നിവിൻ പോളിക്ക് കുറച്ചിലാവുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും സത്യങ്ങൾ പറയാൻ. അപ്പം നിവിൻ പോളി സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു ദിവസം എൻ്റെ അടുത്ത് നിവിൻ പോളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മജു കൂടി വന്നിട്ട് പറഞ്ഞ് നിവിന് ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട് ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പേരെ പരിചയപ്പെടുത്താം ഞാൻ ഇതില്ല. അപ്പം ഞാൻ അന്ന് ആദ്യമായിട്ട് കുറച്ച് എന്നെ ഈ 1-2 സിനിമ ഈ സീരിയൽ 2 സീരിയലായിട്ട് കഴിഞ്ഞപ്പോൾ ജയരാജ് സാറായിട്ട് എനിക്ക് പരിചയപ്പെടാൻ ഒരു ഭാഗ്യമുണ്ടായി. അപ്പം അദ്ദേഹമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വാരൂഢൻ എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിയുടെ അതിനകത്ത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ജോബ് മാഷിൻ്റെ മകനുണ്ട്, അല്ലിയാമ്പൽ കടവിൽ അന്നരയ്ക്ക് വെള്ളം, ആ പാട്ടായിട്ട് എഴുതിയാണ് ജോബ് മാഷ് യേശുദാസേട്ടൻ്റെ ഒപ്പം. അപ്പം അത് ജോബ് മാഷിൻ്റെ മകൻ ജെയ്സനായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ സണ്ണിമാള ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയപ്പെടാനിടയായി. അങ്ങനെ എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തുടക്കം എന്നാണ്. ആ സിനിമയുടെ പേരും തുടക്കമാണ്. അതൊക്കെ ചില ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ സിനിമയിൽ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ജയരാജ് സാറായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ ജയരാജ് സാറിൻ്റെ അശ്വാരൂഢനിൽ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ജയരാജ് സാറിന് എനിക്ക് എന്നെ വലിയ ഇഷ്ടമായി. അപ്പം ഞാൻ ജയരാജ് സാറിൻ്റെ മെയിൻ സിനിമയിൽ ചെയ്തത് നമ്മുടെ ജയറാമിൻ്റെ ആനച്ചന്തം അതാണ് ചെയ്തത്. പിന്നെ ജയരാജ് സാറ് എപ്പോഴും ആര് ചോദിച്ചാലും പറയും ജോളി എൻ്റെ കമ്പനി ആർട്ടിസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുള്ളൂ. എൻ്റെ കമ്പനി ആർട്ടിസ്റ്റ് എന്ന് പറയുള്ളൂ. ജോളി എൻ്റെ കമ്പനി ആർട്ടിസ്റ്റാണ്, എൻ്റെ എല്ലാ സിനിമയിലും ജോലിയുള്ളൂ. പക്ഷേ ഞാൻ
എനിക്ക് എൻ്റേതായ കുറച്ച് ബിസിനസ് പരിപാടികളുള്ളതുകൊണ്ട് ഞാൻ ഇത് ചെയ്യില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ സിനിമ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തത് രഞ്ജിത്ത് ഏട്ടനാണ്. രഞ്ജിത്ത് ഏട്ടനാണ് എന്നൊക്കെയൊരു ജയരാജ് സാർ എനിക്ക് എന്നെ വളരെ വളർത്തി. രഞ്ജിത്ത് ഏട്ടൻ എന്നെ ഞാനായിട്ട് ഒന്ന് പരിചയപ്പെടേണ്ടി വന്നു. അപ്പം പരിചയപ്പെടുമ്പോൾ രഞ്ജിത്തേട്ടൻ എനിക്ക് ആർക്കും കൊടുക്കാത്തൊരു ഭാഗ്യമാണ് എനിക്ക് തന്നെ. ലോഹം സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ, രഞ്ജിപ്പണിക്കരുടെ കൂടെ, രഞ്ജിപ്പണിക്കർ സാറിൻ്റെ കൂടെ ത്രൂഔട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം രഞ്ജിത്ത് സാറ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും ജയരാജ് സാറിന് ഒട്ടും മറക്കാൻ പറ്റില്ല, രഞ്ജിത്ത് സാറിനെ മറക്കാൻ പറ്റില്ല, തോമസ് സൂപ്പർക്കോടെ മറക്കാം. അതൊരു ബിഗിനിങ് കൊണ്ടുവന്നത് തോമസ് ജയരാജ് സാർ എന്നെ ഇവിടെ ഇത് ചെയ്തു. കമ്പനി ആർട്ടിസ്റ്റ് എന്നുള്ള ഇപ്പോൾ ജയരാജ് സാറിനെ വിളിച്ചാൽ എനിക്ക് ഇന്ന അഭിനയിക്കണമെന്നുണ്ട് അദ്ദേഹം വന്നപ്പോൾ എന്ന് ഞാൻ പറയും. ഞാൻ പറയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. രഞ്ജിത്തേട്ടനാണെങ്കിൽ അതുപോലെ എനിക്ക് ഞാൻ രഞ്ജിത്തേട്ടനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല, ഒറ്റ ദിവസം പോലും ഞാൻ കേൾക്കില്ല. ഞാൻ എന്നോട് പറയാൻ കാരണം എവിടെ വെച്ച് കണ്ടുകഴിയുമ്പോൾ ചില പറയും മറ്റേ ലോകത്തിൽ അഭിനയിച്ചതല്ലേ, അപ്പം ഒന്ന് സെൽഫി എടുക്കട്ടെന്ന് പറയും, എടുക്കാൻ പറയും. അപ്പം ഞാനിങ്ങനെ എനിക്കപ്പോൾ ഞാൻ അപ്പോൾ ഓർക്കും എനിക്ക് അത്രയും എനിക്ക് അത്രയും വലിയൊരു വേഷം അദ്ദേഹം തന്ന് എന്നെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി. അതെ, അത് പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ അത് കൊണ്ടുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് ഇത് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എനിക്ക് ഈ രഞ്ജിതേട്ടനെ ഒട്ടും മറക്കാൻ പറ്റില്ല, ജയരാജ് സാറിനെ അതിനും ഒട്ടും മറക്കാൻ പറ്റില്ല, തോമസ് സൂപ്പർക്കുട്ടി മറക്കാൻ പറ്റില്ല. പിന്നെ ഇവരൊക്കെ എല്ലാവരും ഇതുണ്ട്. ഞാൻ ദിലീപിനോട് എപ്പോൾ പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അതിനകത്ത് ഒന്ന് അഭിനയിക്കണോട്ടാ എന്ന് പറഞ്ഞാൽ അപ്പം ദിലീപ് റെഡിയാണ്. ആരോട് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അത്ര നല്ല ഇതാണ്. ബാബുരാജ് 1-2 സിനിമ ഇപ്പോൾ എന്നോട് പറഞ്ഞു ജോളി എൻ്റെ സിനിമയിൽ അഭിനയിക്കണോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വലിയ അടുപ്പമാണ്. സത്താർക്കാണെങ്കിൽ എന്നോട് ഇപ്പോഴും പറയും ജോളി ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജോളിക്ക് ഇതുണ്ട്. അദ്ദേഹം മറ്റേ NF ഫരീസാറിനാണെങ്കിൽ എന്നെ അത്ര വലിയ കാര്യം. ഞാൻ എൻ്റെ ഫാമിലിയിലെ സത്താർക്കും രഞ്ജിത്തേനും എൻ്റെ വീട്ടിലെ ഞങ്ങൾ 12 ആണുങ്ങൾ എല്ലാവരും അറിയണവരാണ്, 12 പേരെ അറിയണവരാണ്. സത്താർക്കായും ജോളിച്ചേട്ടൻ നമ്മൾ ഒരുമിച്ചൊരു മീറ്റിംഗിൽ നമ്മൾ ആലോചിച്ചപ്പോൾ കൂടി അയ്യോ സത്താർക്ക് അയ്യോ ഞാൻ എനിക്കൊന്നും എന്താ പറയണേ, സത്താർക്ക് ചില ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്താ നമ്മൾ ചെയ്യണ്ടേന്നുള്ളത് ഇങ്ങോട്ട് പറഞ്ഞു തരും. ലാലേട്ടനൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഞാൻ ആര് ചോദിച്ചാലും ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞാൻ മൊബൈൽ വെറുതെ ഒന്ന് മൊബൈൽ ഫോണൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഏതോ സിനിമ ലോഹത്തിൽ ക്യാമറ ഇപ്പുറത്ത് ഇരിക്കുക, നമുക്കറിയില്ല, ക്യാമറ ഇപ്പുറത്ത് ഇരിക്കുമ്പോൾ വിളിച്ച് എൻ്റെ കാര്യം ചെയ്യുന്നത്. അപ്പം ഞാൻ ഫോൺ എടുത്ത് ഹലോ അങ്ങനെ വെച്ചപ്പോൾ ലാലേട്ടൻ എന്നോട് പറഞ്ഞു. രഞ്ജിത്തേട്ടന് മനസ്സിലായ കാര്യം, രഞ്ജിത്തേട്ടൻ അല്ല പിന്നെ പറയാതെ വെച്ചിരിക്കുകയാണ്. ലാലേട്ടനെ അപ്പുറത്ത് പറയും അണ്ണ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അവിടെ അല്ലേ ഇരിക്കണേ, മുഖം കാണുമോ, അപ്പുറത്ത് പിടിച്ചാൽ ആ മുഖം കാണൂലേ, സംസാരിക്കാറില്ലേ. അപ്പം നമുക്ക് ലാലേട്ടന് അത്രയും വലിയ എനിക്ക് ചിരക്ക് നീ കാരണം അണ്ണാന്നൊക്കെ വിളിച്ച് കളയും. അത് എന്നേലും ഒരു വയസ്സിന് മൂത്താണെങ്കിൽ വെറുതെ അത് കാഷ്വലാണെങ്കിലും ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ ചെയ്യേണ്ടത് അപ്പൊ പറയും നോക്കും. ഇതാണ് ഭയങ്കര. മമ്മൂക്കയാണെങ്കിലും അതായത് മമ്മൂക്കയുടെ കൂടെ കുട്ടനാടൻ ബ്ലോഗ്, മാസ്റ്റർ പീസ്, അത് അഭിനയിച്ചത് മറ്റേ ഇത് മിഷൻ 90 ഡേയ്സ് മുതലാണ്. അപ്പം മമ്മൂക്കയാണെങ്കിലും എവിടെ കണ്ടു കഴിഞ്ഞാലും അങ്ങനെയാണ്. അപ്പം എനിക്ക് ഒരു സംശയം, മമ്മൂക്ക എനിക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിഷൻ 90 ഡേയ്സ് കഴിഞ്ഞപ്പോൾ മുതൽ മമ്മൂക്ക അറിയാം. അപ്പം ഞാൻ അടുത്തൊരു എവിടെയെങ്കിലും വെച്ച് കാണാൻ പറയും എൻ്റെ പേര് ജോളി, അല്ല എനിക്കറിയാലോ. അപ്പം എൻ്റെ വിചാരം എന്താ അറിയോ, വലിയ മനുഷ്യരാണല്ലോ ഏത് ലാലേട്ടന് എന്നിട്ട് അപ്പം ഇവരൊക്കെ വലിയ മനുഷ്യരെ കൊണ്ട് എനിക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക വെച്ചാൽ നമ്മൾ ചെറിയ സംഭവം ചെയ്യണേ നമ്മളറിയുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടിക്ക് കാണുമ്പോൾ എവിടെയും വെച്ച് കാണുമ്പോൾ പറയും ഞാൻ ജോളി, എനിക്കറിയാലോ എന്തിനത് പിന്നും പറയണേന്നത്. ഒരു ദിവസം ഞാൻ ജയരാജ് സാറും പറഞ്ഞ് നമുക്കൊന്ന് മമ്മൂക്കനെ കാണാൻ പോകണം, ജോളി എൻ്റെ കൂടെ വരണം, ഒന്ന് കാണാൻ പോകാനാണ്, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു വെറുതെ ഒരു കൂട്ടര്. അപ്പോൾ മമ്മൂക്കനെ കാണാനായിട്ട് മറ്റേ ഇവിടെ സ്റ്റുഡിയോ ചെല്ലാണ്, കാക്കനാട് മറ്റേ സ്റ്റുഡിയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെല്ലാണ്. അപ്പോൾ ഇപ്പം തന്നെ ജയരാജ് സാറിൻ്റെ സിനിമയുടെ പേര് വിട്ടുപോയി, മമ്മൂക്ക അഭിനയിച്ചേക്കണത്.
അപ്പം ആ സിനിമയിൽ ഞാനും വേഷം ചെയ്തിട്ടുണ്ട്. ഞാനും മമ്മൂക്കയായിട്ട് ഒരു സ്ട്രഗ്ലിങ് വേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ മുമ്പ് മമ്മൂക്കനെ ഒന്ന് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്ന് എനിക്ക് ഒന്ന് വെറുതെ ഒന്ന് കൂട്ടിന്. അപ്പം ഞാൻ ചെന്ന വഴി തന്നെ പറഞ്ഞ് എന്തുണ്ട് ജനസമയ ഇങ്ങനെ അറിയില്ലേ. പിന്നെ ഇപ്പം ചോദിക്കാൻ എന്നോട് എൻ്റെ പേര് ജോളി അതോടുകൂടി എനിക്ക് അപ്പം നമ്മുടെ മനസ്സിൽ ഇത്രയും വലിയ ആൾക്കാർ നമ്മളെ അത്രയും രീതിയാണെന്നുള്ളത്. അല്ല, ഈ ലാലേട്ടൻ്റെ ഈ പറഞ്ഞ പോലത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവരത്ര ഇൻവോൾവ് ആണ്. ഇവരൊക്കെ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുന്നതും അല്ലെങ്കിൽ ഇവരും ഇത്രയും പ്രായത്തിൽ ഇങ്ങനെ നിൽക്കുന്നതും ഇതുകൊണ്ട് മാത്രമല്ല അവർ നല്ല മനസ്സുള്ളവരാണ്. ചിലർ പറയും ഇന്ന ആള് അതും ഇത് എന്നൊന്നല്ല. അവർ നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ പലർക്കൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളിലും നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളറിയാത്ത ഒത്തിരി നല്ല കാര്യങ്ങൾ പലർക്കും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പരസ്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ജോലി നിങ്ങളുടെ നാട്ടിൽ ഇന്ന ഒരാളുണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് അവരുടെ ഇതുകൊണ്ട് അപ്പം നമുക്ക് അവർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കാര്യമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, അപ്പം ആൻ്റെ ജോസഫാണ് എന്നെ വിളിക്കണേ. അപ്പം ഞാൻ ആലോചിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മളറിയാതെ ഈ ആലുവയിലല്ല, ഇനി എറണാകുളത്താണെങ്കിലും കേരളം ആയിരിക്കില്ല, ഇന്ത്യ ആയിരിക്കില്ല, ആർക്കും ഒക്കെയോ എന്തൊക്കെയോ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവരുടെയൊക്കെ നിലനിൽപ്പ് പിടിച്ചത്. നല്ല കാര്യമില്ല. അതാണ് ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ എനിക്ക് അതെന്ന് വെച്ചാൽ മറക്കാനും പറ്റാത്തതെന്ന് വെച്ചാൽ ഒത്തിരി നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ ജനസേവാ ശിശുഭവനിൽ എനിക്ക് പെൺകുട്ടികളുടെ ട്വിൻസാണ്. ഒരാൾ MBBS. അത് ചോദിച്ചില്ല, എങ്കിലും ഞാൻ കടന്നു പറഞ്ഞു പോയാണ്. അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഞാൻ ആലുവ ജനസേവ ശിശുഭവനിൽ വെച്ച് നടത്തി. കാരണം അന്ന് ജോസ് മാവേലിയുടെ ജനസേവ ശിശുഭവൻ അത്ര ഇതില്ല. ഇന്നിപ്പോൾ 24 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞത്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാനവിടെ, അപ്പം ഞാൻ പറഞ്ഞ ആദർശ ഇങ്ങനെ മോളുടെ ബർത്ത്ഡേയാണ് ജനസേവ. അയ്യോ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റേ ദിലീപ് എന്തോ ഷൂട്ട് എന്തോ കാര്യങ്ങളിൽ വിട്ടുപോയി. ടീൻ ടോമിൻ്റെ അടുത്ത് പറഞ്ഞ് അയ്യോ ഞാനും വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ഞങ്ങൾ പിള്ളേരുടെ ബർത്ത്ഡേ അവിടെ എല്ലാ പിള്ളേർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതായി. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ആ അവസ്ഥ. എൻ്റെ 2 പിള്ളേരും 2 കയ്യിൽ ഇതിരിക്കുന്ന ഫോട്ടോ എപ്പോഴും എനിക്ക് ഇത് ചെയ്യണ്ടേ. അപ്പം അത്രയും നല്ല അടുപ്പാണ്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജോസേട്ടൻ ഈ സിനിമാ ഫീൽഡിലുള്ള എല്ലാവരുമായിട്ടും ഇങ്ങനെ നാദർശ, ടീൻ ടോം, അങ്ങനെ കവിയൂർ പൊന്നമ്മ, സുരേഷ് ഗോപി, അങ്ങനെ ഒരു വലിയൊരു സൗഹൃദം. സുരേഷ് ഗോപി ചേട്ടനായിട്ടും നല്ല നല്ല ബന്ധം. ഞാനിതൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മന്ത്രിയാവാൻ പോവാണ്. ഞാൻ നല്ല ബന്ധം. ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു ജനസേവ ശിശുഭവനിലെ ഒരു പ്രോഗ്രാമിനാണ് ഞാൻ സുരേഷ് ഗോപി ചേട്ടനായിട്ട് കാണുന്നത്. ഞാൻ അശ്വാരൂടലിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇതുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ കണ്ടുകഴിഞ്ഞ് 24 വർഷം മുമ്പുള്ള 25 വർഷം മനുഷ്യനുള്ളൊരു ഫോട്ടോ ഇത് ചെയ്തത് സുരേഷ് ഗോപി ചേട്ടനും അങ്ങനെ ഇട്ടാ. എല്ലാവരും അല്ലാതെ ഒന്നും ഒരിക്കലും ഇവരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാത്തതും ഒത്തിരി കാരുണ്യ പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നുണ്ട്. നമ്മൾ നമുക്ക് പുറത്തത് കാണുന്നില്ല. അപ്പം അങ്ങനെ ഇത് പറയാണ്. മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനെ കുറിച്ച്, അതായത് തിക്കുറിശ്ശിയിൽ അടൂർ ബാസിക്കുണ്ടായ മോനാണ് ലാലെന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞൊരു ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ജോണിച്ചേട്ടനെ കാണുമ്പോൾ സത്താറിക്കാട് ഒരു മുഖം, സ്പടിയൻ ജോർജേട്ടന്റെ ഒരു മാനരസം, പിന്നെ നമ്മുടെ ജോണിച്ചേട്ടൻ എങ്ങനെ സുരേഷ് ഗോപിയുടെ ഒരു ചെറിയ അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറിന്റെ ഒരുപാട് സാധ്യതകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂജൻ സിനിമയിൽ ഇപ്പോൾ പുതിയ ക്യാരക്ടർ റോളുകൾ, ലേഡീസ് റോളുകൾ അങ്ങനെ വളരെ കുറവാണ്. അപ്പോൾ അതെങ്ങനെ ഇനി അത് വരണമെന്നാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ശരിക്കും ഒരു എൻജോയ് ചെയ്യണം. സിനിമ ഫീൽഡ് ശരിക്കും നന്നായിട്ട് കാരണം ലൊക്കേഷനിൽ ചെല്ലൽ അങ്ങനെ യാത്രകളൊക്കെ എൻജോയ് ചെയ്യണം. പക്ഷേ എനിക്ക് അതിനുപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ ജ്വല്ലറി ഉണ്ട് ആലുവയിൽ, മൂത്തേടൻസ് ജ്വല്ലറി. പിന്നെ അതുപോലെ ഒരു മൂത്തേടൻ ഫാഷൻ ജ്വല്ലറി ഉണ്ട്, പവഴൻ ജ്വല്ലറി ഉണ്ട്. ലക്ഷദ്വീപിലും ഒരു കടയുണ്ട് മൂത്തേടൻ. ലക്ഷദ്വീപിൽ എവിടെയാ? കവരത്തിയിൽ. അത് 10-15 വർഷം ദിലീപ് ഉള്ള കടം ചെയ്തത്. ദിലീപ് അപ്പം എന്താ പറയാൻ വെച്ചാൽ ഞാനപ്പോൾ നമ്മൾ അതല്ലാതെ തന്നെ നമുക്ക് വേറെ 1-2 ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ
അതിൽ ഞാൻ ഒരു ഇടയ്ക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ഇത് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സിനിമ എനിക്കൊരു നല്ലൊരു പാഷൻ. ഈ ക്യാരക്ടർ റോളുകൾ ഇപ്പോൾ ഇങ്ങനത്തെ സിനിമയിൽ ഇപ്പോൾ എടുത്തിറങ്ങിയതൊക്കെ കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെ വേണമെന്നാണ് ജോളി ചേട്ടൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പലരും പറയാറുണ്ട് ഇപ്പം നല്ല ഗ്യാപ്പുള്ള സമയമാണ്. നമ്മളെപ്പോലുള്ള ഇതിനകത്ത് നല്ല ഗ്യാപ്പുള്ള സമയമാണ്. അപ്പോൾ എന്നോട് പലരും പറയും ഇപ്പോൾ ആദ്യം മാറിയും കയറുത് എന്നാണ്. പക്ഷേ ഞാനപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ബിസിനസ് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ഞാൻ ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി. ഞാൻ ഇനി ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ്, ജൂനിയറായിട്ട് നടന്മാരായിട്ട് ബന്ധമില്ലെങ്കിലും കുറേ ജൂനിയറായിട്ട് എഴുത്തുകാരും ഡയറക്ടേഴ്സും ഒക്കെ എൻ്റെ സച്ചി സേതു ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ മറ്റേ സച്ചിയുടെ മറ്റേ ഈ സിനിമയുണ്ടല്ല നമ്മുടെ രഞ്ജിത്തേട്ടൻ ചെയ്യുന്ന സിനിമയൊക്കെ ഞാൻ സച്ചി ഞാൻ പറയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ സച്ചി അല്ലെങ്കിൽ ഞാനൊക്കെ അതിനകത്ത് നല്ല വേഷം ചെയ്യേണ്ടതാണ്. സേതു എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. മറ്റേ കുട്ടനാട് ഇപ്പം ഏത് മേഖലകളിലാണെങ്കിലും വിവാദങ്ങളൊപ്പം ഉണ്ടാവും. പ്രത്യേകിച്ച് സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടുന്ന, ഒരുപാട് സാമ്പത്തിക നടക്കുന്ന മേഖലയാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സിനിമയിൽ ഒരു അപവാദം എടുത്താൽ തന്നെ അവർ കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു അപവാദം കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു സിനിമയുടെ അകത്തും ഒരു ബിസിനസ്സുകാരനായിട്ട് പുറത്തു നിൽക്കുന്ന രീതിയിൽ അത് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടല്ലാതെ എനിക്ക് നേരിട്ട് കണ്ട അനുഭവമില്ല. നേരിട്ട് പല നടന്മാരും നമ്മൾ അത്യാവശ്യം കുറച്ച് ഡ്രിങ്ക്സൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു കാരണം ഇതിനകത്ത് എവിടെ ചെന്നാലും ആ ഒരു സംഭവം എല്ലാവർക്കും സുലഭമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള മേഖല. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഞാൻ പലതും ഇന്നാൾ ഉപയോഗിക്കും എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അത് എനിക്ക് സ്പോർട്സ്മാൻ കൂടിയായിട്ടുള്ള സിനിമാ താരം കൂടിയായിട്ടുള്ള ജോളി ചേട്ടന് ഒരു അഡ്വൈസ് കൊടുക്കാൻ ഈ പുതിയ താരങ്ങളോട് അല്ലെങ്കിൽ ഈ പുതിയ തലമുറ കടന്നു വരുന്നവരോട് ഈ ഓൺ ദ വേ നമുക്കൊരു കാര്യം പറയാമല്ലോ, ഈ ഡ്രഗ്സിന്റെ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അതിപ്രസരം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു സന്ദേശം എന്താ കൊടുക്കാനുള്ളത്? ഞാൻ പറയണത് തെറ്റാണോ എനിക്കറിയില്ല. കാരണം ഞാൻ മുൻകൂട്ടി എന്നോട് റഫീഖ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മൾ തമ്മിൽ എത്രയോ കൊല്ലം മുമ്പുള്ള ബന്ധമുള്ളതാണ്. അപ്പോൾ റഫീഖ് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ നമുക്കാരൊന്നും ഇതൊന്നും പ്ലാൻ ചെയ്തല്ല. ഇപ്പൊ ജസ്റ്റ് ഒരു പെട്ടെന്ന് എന്നോട് പറഞ്ഞ ഒരു ഇത് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പിട്ട പ്ലാനാണത്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കൂടെ അല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാനിപ്പോൾ എന്താ പറയുക, ആദ്യം കാലഘട്ടങ്ങളിൽ അഭിനയിച്ചേക്കണം മിഷൻ 90 ഡേയ്സ് മുതലുള്ള ഒക്കെ അഭിനയിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരു അത്യാവശ്യം എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ടുള്ള നടൻ പറഞ്ഞു, വാ കാരവനിലേക്ക് കയറി നമുക്കാണെങ്കിൽ 2 കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വേഷം ചെയ്യാനുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സ് മുതൽ അന്നും ഇന്നും എൻ്റെ മനസ്സെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഡ്രഗ്സ് കഴിച്ചിട്ട് അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കോൺഫിഡൻസ് നല്ല കാര്യം, ചിലപ്പോൾ അല്ല എന്നാണ് എല്ലാവരും പൊതുവേ ഉള്ള വിശ്വാസം. അപ്പോൾ പക്ഷേ അത് അങ്ങനെ ഒരു ശീലമായി കഴിഞ്ഞാലുള്ള കുഴപ്പം, നമുക്ക് അങ്ങനത്തെ ഒരു ഇല്ലാതെ വരുന്ന ഒരു സമയവും പിന്നെ കഴിക്കാൻ പറ്റാത്ത ശാരീരിക ബുദ്ധിമുട്ടോ മാനസിക ബുദ്ധിമുട്ടോ വന്നു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പഴയ ക്യാരക്ടർ അതിനകത്തേക്ക് വരണം സാധ്യത കുറവാണ്. അപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള അഭിനയത്തിൽ ഞാൻ അതിനകത്തൊട്ടും പ്രോത്സാഹിപ്പിക്കണമല്ല, ചെയ്യരുത് തന്നെയാണ് എൻ്റെ ഇത്. എന്നാ വെച്ചാൽ അങ്ങനെ ആരും അങ്ങനെ ചെയ്തതായിട്ട് ഇതില്ല. പഴയ തലമുറയിലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന ആൾക്കാർ ഇന്നാരാ കഴിച്ചിട്ടാണ് അവർ ഇത് ചെയ്യണേ എന്നൊക്കെ അങ്ങനെ പലരും കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും കണ്ടറിഞ്ഞിട്ടില്ല. ഇപ്പം പോപ്പുലാരിറ്റി ഏറ്റവും കൂടിയൊരു മേഖലയെ കൊണ്ടിട്ട് ആണല്ലോ ഇത് ഈ സിനിമയിൽ. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും നിസ്സാര കാര്യങ്ങളുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ഇപ്പം സിനിമ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ ഈ അടുത്തുണ്ടായ സംഭവിച്ചാൽ കുറച്ച് വർഗീയ സ്വഭാവത്തിലേക്ക് ജനം മാറുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരിക്കലും അത് സിനിമാ മേഖലയിൽ പാടില്ലാത്ത അങ്ങനത്തെ ഒരു സജഷൻ. അതൊക്കെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതി ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ആരും ഇതില്ല. ഇപ്പൊ ഒരു ഏത് ഇതാണെങ്കിലും ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ കഴിഞ്ഞ ദിവസം ചില ഈ മമ്മൂക്കെതിരെ ഭയങ്കര ഏതൊരു ഒക്കെ ഉണ്ടാവും. അതൊക്കെ പുള്ളി ഇത്രയും വർഷമായിട്ട് ഇപ്പോഴത് എടുത്തിട്ട് എന്റെ ഞാൻ കണ്ടേക്കണം മമ്മൂക്കയിലോ ലാലേട്ടനിലോ അല്ലെങ്കിൽ അത്യാവശ്യം ഇതിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. അതിങ്ങനെ അങ്ങനെ ഒരു കേട്ടില്ല. പിന്നെ ഈ നമ്മളൊന്നും കേൾക്കാത്ത പല കാര്യങ്ങളായിരിക്കും നമ്മൾ കേൾക്കുന്നതും നമ്മൾ ഇത് ചെയ്യുന്നത്.
ചെയ്യുന്നത്, പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ പലതും നമ്മൾ എനിക്ക് അറിയാവുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇവരല്ലെങ്കിൽ തന്നെ രണ്ടാം കിട നടന്മാരും എന്നൊക്കെ ചിലരെ കുറിച്ചൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും. അത് ചിലർ ചിന്തകളിൽ നിന്ന് എടുക്കുന്ന ചില ഇതാണ്. അപ്പം അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ചില റൂട്ടിൽ പോകുന്ന ചില ആൾക്കാർ ചിലപ്പം മമ്മൂക്ക പറഞ്ഞ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആ രീതിയിലുള്ള ആൾക്കാർ അഭിനയിച്ചേക്കണം, അല്ലെങ്കിൽ അല്ല ഒരു ഇതിനകത്ത് ഇങ്ങനെ അഭിനയിച്ചേക്കണം. ചില സിനിമ ഹിറ്റായിട്ടുണ്ടാകാം, അവർ ഹിറ്റാകും. അപ്പം ചിലപ്പോൾ അത് ഒറ്റാവും കാരണം ഇങ്ങനെയാണ് കേട്ടോ, അത് പുള്ളി ഇങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാട്ടോ. അങ്ങനെ എനിക്കത് ഒരിക്കലും തോന്നിയിട്ടുണ്ട്. മമ്മൂക്കാനെ കുറിച്ച് തന്നെ ഇപ്പോൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ഈ നമ്മുടെ മുരളിച്ചേട്ടൻ. പുള്ളി മദ്യം കഴിപ്പിക്കാറില്ല, കഴിക്കാറില്ല എന്നുള്ള ചോദിച്ച് ഈ പ്രാവശ്യം മുരളിച്ചേട്ടൻ്റെ മദ്യത്തിൻ്റെ ബില്ല് ഒരേ ഒരു വട്ടം ഒരാൾക്ക് കൊടുത്തിട്ടുള്ളത് മുരളിച്ചേട്ടനെ കൊടുത്തേക്കാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ജാതിമത ചിന്തകൾക്ക് അപ്പുറമുള്ള റിലേഷൻസുകളാണ്. പിന്നെ ഒരിക്കലും എല്ലാ സിനിമയും ഇപ്പോൾ ശ്രീനിവാസേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ കല്യാണത്തിന് പോയപ്പോൾ താലി വാങ്ങാനുള്ള പൈസ കൊടുത്തത് മമ്മൂക്കയാണ്. പിന്നെ പുള്ളി അങ്ങനെ പിന്നെന്താ വേറെ അങ്ങനെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഒരു റിലേഷൻ ആയിരുന്നു തോന്നുന്നു പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓർമ്മ വരണയാണ് സംഭവം. അങ്ങനെ സിനിമകൾ പോയേക്കണം ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും സിനിമയിലേക്ക് ഈ വർഗീയതയും ഈ ഇങ്ങനെ വരാൻ പാടില്ല, ഒരിക്കലും പാടില്ല. വർഗീയത ഒന്നിലും വരാൻ പാടില്ല. സിനിമ മാത്രമല്ല, ഒന്നിലും വരാം. പിന്നെ സിനിമയിലുള്ള ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ ഒരു ഇറങ്ങണം, അത് പണ്ടും അങ്ങനെ തന്നെയാണല്ലോ. സിനിമയിലാണ് ഏറ്റവും കൂടുതലും നമ്മൾ ഇതുണ്ടാവുന്നത്. എന്തൊക്കെയോ ആരൊക്കെയോ ലാലേട്ടനെ കുറിച്ചാണെങ്കിൽ തന്നെ ഇങ്ങനെ മമ്മൂക്കാനെ കുറിച്ച് ഇങ്ങനെ അങ്ങനെ അതാണെങ്കിൽ മറ്റു പലരെയും ഇങ്ങനെ. പിന്നെ ചിലർക്ക് ഞാൻ കാണുക എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പേർക്ക് ഒരാൾ ആരോ XOR ഒരുത്തം നന്നായി പോകുമ്പോൾ അത് മനസ്സിൽ പ്രയാസമുള്ള കുറേ ആളുകൾ ഉണ്ടാകാം. അത് എനിക്ക് അങ്ങനെയുള്ള ഈ പറഞ്ഞ ചോദ്യത്തിൽ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ ഫീൽഡിൽ ഞാൻ എൻ്റെ കണ്ടേക്കണം മമ്മൂക്ക മോഹൻലാലേട്ടന് ആരെയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആരും ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമില്ല. നമ്മളൊക്കെ ഇവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ബഹുമാനമൊക്കെ കൊടുക്കുന്ന വെച്ചാൽ വേറെ തലത്തിലാണ് അവർ. അയ്യോ, ലാലേട്ടനെ മമ്മൂക്കയൊക്കെ നമുക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര അടുത്ത് നിൽക്കാനായിട്ടാണ്. പക്ഷെ നമ്മൾ ഇവരുടെ സ്നേഹം കാണിപ്പിട്ടില്ല, നമ്മൾ ഞെട്ടി. ഇപ്പോ ഹരികൃഷ്ണൻസിൽ ഞാൻ ചെറിയ വേഷത്തിൽ അഭിനയിച്ചിരുന്നു, ഹരികൃഷ്ണൻ സിനിമയിൽ. അപ്പൊ എന്റെ ഫാദറിന്റെ ബാല്യ സുഹൃത്താണ്. ഒരു 55 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ എടുത്ത് ഭയങ്കര വൈറലായി. 2 പേരും അതിന്റെ പുറത്തിരിക്കുന്നത്, വാപ്പിച്ച് ഒരു കൂടി ക്ലാസ് ഒക്കെ വെച്ച് മുഖം ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ആ സ്നേഹബന്ധം കറക്റ്റായിരുന്നു. കാരണം നമ്മൾ ഈ പുളു പഠിക്കാൻ വേണ്ടി പറയുമല്ലോ, അപ്പൊ അതായിരുന്നു. അതെനിക്കറിയാം. റഫീഖിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഫാദറിന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. മമ്മൂക്കയുടെ ഉമ്മയുടെ വീടും എന്റെ വാപ്പിച്ചിട്ട് തറവാട് ഒരു 100 മീറ്റർ അടുത്താണ്. അപ്പം ഞാൻ ആ ബന്ധത്തിലാണ് ഹരികൃഷ്ണൻസിൽ ചെല്ലുന്നത്. അപ്പൊ മമ്മൂക്ക ഇടക്ക് വന്നിട്ട് പുള്ളി കോടതിയിലിരിക്കുമ്പോൾ ഞാൻ തൊട്ട് പുറകിൽ അപ്പൊ എന്നോട് ചോദിക്കും ചവിടിച്ചടാ പിള്ളേ കുളിച്ചാ ഇങ്ങനെ. പിന്നെ ഒരു ഉപദേശം തന്നു, ഈ സിനിമയുടെ ഭ്രാന്തം പിടിച്ച് കിടന്നിട്ട് ജീവിതം കളയുന്നില്ല, വേറൊരു പണി വേണം, എന്നിട്ട് വേണം ഇതിലേക്ക് എന്നിട്ട് വേണം ഇത് ഉറക്കാണെങ്കിൽ ഇങ്ങോട്ട് പോരി, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കോളാം എന്നുള്ളത്. ഇപ്പൊ ജോളി ചേട്ടൻ സിനിമാ താരം ആയിട്ട് നിൽക്കും, ബിസിനസ്സുകാരൻ കൂടെ ആയിട്ട് നിൽക്കുകയാണ്. സിനിമാ താരം എന്ന നിലയിൽ നമുക്ക് ആഗ്രഹമുള്ള ചില വേഷങ്ങളിൽ ചെയ്യാനുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ ഇന്ന വേഷം എനിക്ക് ചെയ്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ വേഷം ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള വേഷം ഏതാണെന്നൊന്ന് പറയാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ സ്റ്റേറ്റ് കളിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് കേരള പോലീസ് ടീം ഫോം ചെയ്യുന്ന സമയമായിരുന്നു. അന്ന് DGP MK ജോസഫ് സാറ് പോലീസ് ടീം ഫോം ചെയ്യാൻ വേണ്ടി ഷറഫ് അലി, സത്യൻ, പാപ്പച്ചൻ, കുരിയേഷ് മാത്യു. അപ്പം അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഒന്ന് പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഒപ്പം പോയപ്പോൾ ഞാൻ ജോയിൻ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയില്ല, എൻ്റെ ചില സാഹചര്യങ്ങളും ഇതായതുകൊണ്ട് പറ്റിയില്ല. പക്ഷേ എന്നാലും ഞാൻ ആ തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യ സിനിമ ചെയ്ത് പോലീസ് വേഷമാണ് സായികുമാർ ഏട്ടൻ്റെ കൂടെ. അവിടെ മുതൽ ഇവിടം വരെ മണിയുടെ കലാപവും മണിയുടെ ലാസ്റ്റ് സിനിമയായിട്ടുള്ള യാത്ര ചോദിക്കാതെ എന്നുള്ള സിനിമയിൽ വരെ പോലീസ് വേഷം ചെയ്ത്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 6 or 7 സിനിമയിൽ പോലീസ് വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. പോലീസ് വേഷം ചെയ്യണം, അങ്ങനെ DSP SI
അപ്പോൾ അത് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് കഥ എനിക്ക് പോലീസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള നല്ല പോലീസ് ഇതുണ്ടല്ലോ നമ്മുടെ. അപ്പം നല്ല പോലീസുകാർ ഈ കഴിഞ്ഞ ആഴ്ച കൂടി നല്ലൊരു എനിക്ക് കുറച്ച് നല്ല പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നല്ല ബന്ധമുണ്ട്. അവരൊക്കെ നല്ല ഡീസൻ്റാണ്. പുറത്ത് അവർക്ക് അവരുടെ പ്രൊഫഷനും അങ്ങനെ വരുമ്പോൾ അവർക്ക് അങ്ങനെ നിൽക്കണം. അപ്പോൾ ആ ഒരു ഇതിനകത്ത് വേഷം. പിന്നെ പലപ്പോഴും സിനിമകളിൽ മിക്കവാറും സിനിമകളിൽ പോലീസ് വേഷം ഒരു ഇത് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പലരോട് ചിലർ പറയും. പിന്നെ നമ്മൾ പോലീസ് വേഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തന്നെ പെട്ടുകൂട്ടാം, വേറെ ക്യാരക്ടറുകളില്ല. എന്നാലും മലയാള സിനിമയിൽ എനിക്ക് നല്ല നല്ല വേഷങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ കൊണ്ട് നിൽക്കുകയാണ്. എന്നാലും ഏത് വേഷം കിട്ടിയാലും അത് ചെയ്യണം. കുറച്ച് കോമഡി ആയിട്ടുള്ള സാധനങ്ങളും ചെയ്യണം എന്നുണ്ട്. ഇഷ്ടപ്പെട്ട നടനും നടിയും? ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരുമായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇതാണ്. എല്ലാവരും അതെ, എല്ലാവരുമായിട്ടും ഞാൻ. ഇപ്പൊ ജോളിച്ചേട്ടൻ നായകനായിട്ട് വരികയാണെങ്കിൽ നായികയായിട്ട് ആരായിരിക്കും? ഒരു അഭിനയത്തിന്റെ പിന്നെ അവരുടെ വ്യത്യസ്തതയെ കൊണ്ടൊക്കെ നിർണ്ണയിക്കുന്ന പല താരങ്ങളുണ്ടല്ലോ, ഇന്ത്യ ഉൾപ്പെടെ. ഞാൻ എന്ത് പറയണ്ടേന്ന് എനിക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് ഉൾപ്പെടെ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് എനിക്കെന്തോ ഇത് ഇങ്ങനെ ഇതില്ല. ഞാൻ ജയരാജേട്ടൻ്റെ വൈഫ് സബിത ജയരാജ് എൻ്റെ ഭാര്യയായിട്ട് ഒരു സിനിമയിൽ ക്യാമൽ സഫാരി എന്നുണ്ട് സിനിമ, അത് രാജസ്ഥാനിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ നായികയുടെ ചേച്ചിയാണ് സബിത ജയരാജൻ്റെ ഭാര്യ. അപ്പോൾ എനിക്ക് സബിതേനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമയിൽ അല്ലാത്തവരുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മനോരമയിൽ ന്യൂസ് വായിക്കുന്ന ധന്യ കിരൺ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്, നല്ല ഫ്രണ്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ സബിത ജയരാജ്, ധന്യ കിരൺ, മഞ്ജു വാര്യർ, അങ്ങനെയൊക്കെ നല്ലൊരു കുറച്ച് കുറേ. അപ്പം അത് എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞത് ഇപ്പം അവരൊക്കെ കേൾക്കുമ്പോൾ അവരായിരിക്കും നിങ്ങൾ നമ്മളെ ഇങ്ങനെ ചോർത്തിയിട്ടാണെന്ന് എനിക്ക് തോന്നണം ഇപ്പം. അപ്പം എൻ്റെ മനസ്സിൽ ഇവരൊക്കെ ഒരു കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ സിനിമ ചെയ്യണം എന്നുള്ളത് കണ്ട്. ഫാമിലിയിൽ വേറെ ആരെങ്കിലും സഹോദരങ്ങളോ അല്ലെങ്കിൽ കുട്ടികളിലോ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടോ? നമ്മൾ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ അനിയൻ ഷാജി എന്നുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ഈ സകല കലാശാല. അല്ല, ഒരു പിള്ളേര് അഭിനയത്തിലേക്ക് വരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും നേരത്തെ അഭിനയിച്ചവർ ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ? ഷാജിയുടെ മകനൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷാജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് നമ്മൾ വീട്ടിൽ പഠിത്തത്തിന് ആദ്യം ആ ഒരു കോൺസെൻട്രേഷൻ ചെയ്താൽ. മൂത്ത ചേട്ടൻ ഷാജി അനിയൻ അതുള്ളതാണ്. അപ്പം 2 സിനിമ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഒരു സിനിമ വെച്ചിട്ട് ബിസിനസ് കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം സിനിമയിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ നല്ല നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ സ്ക്രീനിലുണ്ട്, പുറത്തുണ്ട്. അവരെയൊക്കെ ചേർത്ത് ഇങ്ങനെ ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സിനിമ പോകുന്നത്. ഇതൊക്കെ 100 കോടി ക്ലബിൽ കയറി വിജയിച്ച് ഭയങ്കരമായിട്ട് പോകണം. ഇപ്പൊ മലയാള സിനിമയിൽ ഇറങ്ങിയ സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള അപ്പം ഈ ജോളിച്ചേട്ടനെ പോലെ വലിയൊരു കുടുംബം, പിന്നെ വലിയൊരു സൗഹൃദ വലയം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് നല്ല ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവും. അങ്ങനത്തെ സിനിമകൾ ഉണ്ടാകട്ടെ എന്നും അത് നമ്മുടെ നാടിന് ഈ എല്ലാവർക്കും അതൊരു വലിയ കാഴ്ചാസുഖം നൽകുന്ന ഒരു അനുഭവമാവട്ടെ എന്നും ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഇനി ഒത്തിരി പറയാനുണ്ടെന്ന് എനിക്ക് ഒറ്റ വാക്കുകൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ മിക്കവാറും ഈ മലബാർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ സെവൻസ് കളിച്ചിട്ടുള്ള ആലുവ ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞ ടീമുണ്ട്. അപ്പം മലബാർ മേഖലകളിലൊക്കെ ഞങ്ങൾ കളിക്കാത്ത ഒരു ഗ്രൗണ്ട് പോലുമില്ല. തിരുവനന്തപുരം വലിയ തൂറ മുതൽ എനിക്ക് തോന്നുന്നു ഒരു 35 വർഷം മുമ്പ് വലിയ തുറയിൽ ഒരു ട്രോഫി എടുക്കുമ്പോൾ ബാലേന്ദ്ര മേനോനാണ് എനിക്ക് ട്രോഫി. അന്ന് തന്നെ എന്നെ കണ്ടാലും മനസ്സിലാവില്ല ബാലേന്ദ്ര. അന്ന് അദ്ദേഹത്തിന് അന്നും അവിടെ മുതൽ കാസർഗോഡ് ഉപ്പള വരെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വരെ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ആലുവ ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ടീം എൻ്റെ ചേട്ടനായിരുന്നു. അപ്പം ഈ തീർച്ചയായിട്ടും എനിക്ക് നമ്മളൊക്കെ സിനിമയ്ക്ക് അപ്പുറമായിട്ടുള്ള കുറേ ഇത് ഇപ്പം IM വിജയൻ കുറേ സിനിമ നടനാണ്. അതിനുപരി
ഫുട്ബോൾ പ്ലെയറാണ്. അപ്പം ഇതിലും കൂടെ അഭിനയിക്കുന്ന ഇതുണ്ട് സി വി പാപ്പച്ചൻ. അധികം അഭിനയിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു നല്ലൊരു ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം എനിക്ക് അതുപോലെ തന്നെ അപ്പോൾ സിനിമയിലും ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ മലബാർ മേഖലകളിലൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് വിശ്വസിക്കില്ല. ഞങ്ങൾ 27 ദിവസമൊക്കെ ടൂർണമെൻറ്റ് പ്രാക്ടീസ് അല്ല കേട്ടോ, 27 ദിവസം ഒരു സ്ഥലത്ത് ഇന്ന് മാഹി കളിയാണെങ്കിൽ പിറ്റേ ദിവസം എടക്കര, അതിൻ്റെ ദിവസം കൊണ്ടോട്ടിയാണെങ്കിൽ അതിൻ്റെ ദിവസം വണ്ടൂർ, അതിൻ്റെ ദിവസം നിലമ്പൂരാണെങ്കിൽ അതിന് പുറത്ത് മറ്റേ പെരിന്തൽമണ്ണ, അത് മേലാറ്റൂരാണെങ്കിൽ അങ്ങനെ. അതിന് 27 ദിവസം ഞങ്ങൾ അടുപ്പിച്ച് ടൂർണമെൻറ്റ് കളിച്ചേക്കണ സന്ദർഭങ്ങൾ. ഏറ്റവും അപകടം പിടിച്ചൊരു കളിയും കൂടിയാണ് ഫുട്ബോൾ. അല്ല, അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയൊക്കെ സിനിമയിലേക്ക് ഇനി കൂടുതൽ സജീവമായി കഴിഞ്ഞാൽ എനിക്ക് എന്നെ സ്പോർട്സ് രംഗത്തും അറിയപ്പെടുന്ന ഒത്തിരി പ്രേക്ഷകർ എനിക്കുണ്ടാവും. അറിയണവരുമുണ്ട്, എല്ലാവരും വിളിക്കാറുമുണ്ട്, എല്ലാ ഇതുണ്ടാവും. സിനിമയിൽ തന്നെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിട്ട് കളിക്കാൻ പറ്റട്ടെ എന്ന് രണ്ടും കൂടെ ഒറ്റയടിക്ക് നടക്കും. പിന്നെ ഇനിയും ഒരുപാട് ഗ്യാപ്പുകൾ മലയാള സിനിമയിലുണ്ട്, ഒരുപാട് ക്യാരക്ടർ റോളുകൾ ചെയ്യാനുണ്ട്, പിന്നെ ഒരുപാട് നല്ല നല്ല സിനിമകൾ നിർമ്മിക്കാനുണ്ട്. ഇനി ഭാവിയിൽ ഒരു സംവിധാനം ചെയ്യാൻ വന്നാൽ അതും ചെയ്യാനും ഒക്കെ ഉണ്ട്. കാരണം ഈ മൂവി മാജിക്കിന്റെ ഈ പരിപാടിയിൽ വന്ന് ഇത്രയും വിലപ്പെട്ട സമയത്തിനിടയിൽ വന്ന് ഞങ്ങളോട് സഹകരിച്ചത് 1000 നന്ദിയുണ്ട്. അതോടൊപ്പം നമ്മൾ ഇത്ര കൊല്ലങ്ങളായിട്ട് റഫീഖായിട്ട് ബന്ധമുള്ളതാണ്. അപ്പം ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊന്നും ഇങ്ങനെയൊന്നും നമുക്കൊന്നും ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് മനസ്സിൽ തോന്നിയാണ്. അപ്പം ഞാൻ എന്നെ ഇത്രയും ഒരു ഇത്രയും നല്ലൊരു ഇതിൽ വിളിച്ചിരുത്തി എന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനും എനിക്കിങ്ങനെ ഒരു ഭാഗ്യം തന്നതിനും ഞാൻ റഫീഖിനോടും നിങ്ങളുടെ ഈ മൂവി മാജിക്കിനോടും ഞാൻ വളരെ നന്ദിയുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.